നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഫയൽ ഷെയറിംഗ് ബോട്ടിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു ഫയൽ ഷെയറിംഗ് ബോട്ട് ചെയ്യണമെന്നുള്ള. അപ്പോൾ ഫയൽ ഷെയറിംഗ് ബോട്ട് എന്ന് പറയുന്ന അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയാം. ആ ബോട്ട് എന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ ആ ഒരു ബോട്ടിൽ കയറി സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ ബോട്ടിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലിങ്ക് അനുസരിച്ചുള്ള ഫയൽസ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരു ഫയൽ വെക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഫയൽസ് ഒരുമിച്ച് ഒറ്റ ലിങ്കിൽ ഉണ്ടാക്കാം. എന്നിട്ട് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫയൽ മൊത്തം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരും. അതാണ് ഫയൽ ഷെയറിംഗ് ബോട്ട്, അല്ലെങ്കിൽ ഫയൽ സ്റ്റോറിംഗ് ബോട്ട്, അങ്ങനെ പലതും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ട് ഡിപ്ലോയ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. നമുക്ക് MongoDB സൈറ്റോ അങ്ങനെ ഡേറ്റാബേസിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡേറ്റാബേസ് ടെലഗ്രാം ചാനൽ മാത്രമായി നമുക്കിത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ജിറ്റ്ഹബ് ഹെറോക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതും ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഡെക്സ് ബോട്ട്സ് എന്ന് പറയുന്ന അവരുടെയാണ് ഈ ബോട്ടിൻ്റെ റിപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫയൽ ഷെയറിംഗ് ബോട്ടിൻ്റെ ജിറ്റ്ഹബിലെ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. കോഡെക്സ് ബോട്ട്സ് എന്ന് പറഞ്ഞ് ഇവരുടെയാണ് ഈ റെപ്പോസിറ്ററി. അപ്പോൾ അവരുടെ വലിയൊരു താങ്ക്സ്. അപ്പോൾ ഇത്ര നല്ലൊരു ബോട്ടിൻ്റെ റിപ്പോ ഉണ്ടാക്കിയതിന്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് സെറ്റപ്പും കാര്യങ്ങളും ഇൻസ്റ്റാളേഷനും ഇതിനകത്ത് എന്താ പറയുക, കമാൻഡ്സും വേരിയബിൾസും എക്സ്ട്രാ വേരിയബിൾസും ഫില്ലിങ്സും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ജസ്റ്റ് നമുക്കിത് സ്റ്റാർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഫോർക്ക് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഫോർക്ക് ചെയ്ത് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇപ്പോൾ ഫോർക്ക് ചെയ്യുന്നില്ല. ഞാൻ സ്റ്റാർ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഹെറോക്കുവിലേക്കാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡിപ്ലോയ് ടു ഹെറോക്കു എന്ന് പറഞ്ഞാൽ ലിങ്കിലൊന്ന് ഞെക്കി പിടിച്ചിട്ട് ഓപ്പണിനെ ന്യൂ ടാബിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ ഞാനൊരു റിപ്പോർട്ട് ലിങ്കും അതുപോലെ തന്നെ ബാക്കിയെല്ലാ ലിങ്കുകളും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഹെറോക്കു എന്ന് പറഞ്ഞ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലോഗിൻ പേജ് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കി എടുക്കുക. അങ്ങനെ എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ കൊടുത്ത് നമ്മുടെ പാസ്വേഡ്, യൂസർ നെയിം, ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് പഠിച്ചതിന് ശേഷം ലോഗിൻ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിലേക്ക് ഈ ഒരു റിപ്പോസിറ്ററി ഡിപ്ലോയ് ചെയ്യാനുള്ളൊരു പേജിലേക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ കുറച്ച് നേരം അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ TG ഫയൽ ഷെയറിംഗ് ബോട്ട്, അതാണ് ഈ ഒരു ബോട്ട്. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ആപ്പ് നെയിം, സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ആപ്പ് നെയിം കൊടുക്കാം. അതിനുവേണ്ടി ഇവിടെ സ്മോൾ ആണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ഓർക്കാം. ഫയൽ ഷെയറിംഗ് ബോട്ട് എന്ന് കൊടുത്തു. അത് അവൈലബിൾ അല്ല, NB എന്ന് കൊടുക്കാം. ഓക്കെ, അത് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത് അഡ്മിൻസ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉള്ള അഡ്മിൻസ്. ഇപ്പം നമ്മൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ചാനലിൻ്റെ ഓണർ ആയിരിക്കാം. പക്ഷേ വേറുള്ള അഡ്മിൻസിനും ഈ ഒരു സംഭവം ചെയ്യണമെങ്കിൽ ആ അഡ്മിൻസിൻ്റെ എല്ലാം ആ യൂസർ ID നമ്മളിവിടെ സ്പേസ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ എനിക്കിവിടെ ഒരു ആളേ ഉള്ളൂ, ഒരു ഓണറും അഡ്മിനും എല്ലാം ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എൻ്റെ യൂസർ ID മാത്രമാണ് എടുക്കുന്നത്. അതിനുവേണ്ടി റോസ് ബോട്ടിലേക്ക് കയറുക. റോസ് ബോട്ടിലേക്ക് കയറിയ ശേഷം സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ സ്ലാഷ് ഇട്ടിട്ട് ID എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ID കിട്ടും. ആ ഒരു നമ്പർ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ അഡ്മിൻസ് എന്ന് പറയുന്ന സംഭവത്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ എത്ര അഡ്മിൻസ് ഉണ്ടോ അവരുടെ എല്ലാം ഇതുപോലെ സ്പേസ് ഇട്ടതിന് ശേഷം അടുത്ത യൂസർ ID കൊടുക്കുക. അങ്ങനെ കൊടുത്ത് വിടുക. അടുത്താണ് API ഹാഷും അതുപോലെ തന്നെ API ID എന്നും പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈറ്റിൽ തന്നെ നമുക്കറിയാം telegram.org എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് my.telegram.org. ഈ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ലിങ്ക് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. my.telegram.org എന്ന് പറഞ്ഞ സംഭവത്തിൽ കൊണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ അടിക്കാനായിട്ട് പറയും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ടെലഗ്രാമിൽ കയറിയതിന് ശേഷം സെറ്റിങ്സിൽ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് മുഴുവൻ ബ്ലർ ചെയ്ത് കാണിക്കത്തുള്ളൂ. അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ ഫുള്ളായിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ എന്നുള്ളിടത്ത് ആ ഒരു സംഭവം അടിക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. എന്ന് കൊടുത്തതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ കോഡ് ആ ടെലഗ്രാമിലേക്ക് വരും. ആ ഒരു കോഡ് നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫുള്ളായിട്ട് ബ്ലർ ചെയ്ത് കാണിക്കത്തുള്ളൂ, അപ്പോൾ എൻ്റെ പ്രൈവസി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് കുറേ ആൽഫബറ്റ്സും നമ്പേഴ്സും എല്ലാം കൂടുന്ന ഒരു കോഡായിരിക്കും. ആ ഒരു കോഡ് എടുത്തതിന് ശേഷം ഇവിടെ കൺഫർമേഷൻ കോഡ് എന്നുള്ളടുത്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ എന്ന് കൊടുക്കാം. എന്ന് കൊടുത്തതിന് ശേഷം ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും. അതെങ്ങനെയെങ്കിലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഭാഗം വരും. ഇവിടെ API ഡെവലപ്മെൻറ്റ് ടൂൾസ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ആപ്പ് API IDയും അതുപോലെ തന്നെ API ഹാഷ് എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആദ്യം API ഹാഷ് എന്ന് പറയുന്ന സംവിധാനം കോപ്പി ചെയ്യുക. അതുപോലെ തന്നെ API IDയും കോപ്പി ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്തിട്ട് നമ്മുടെ മുമ്പ് ചെയ്ത സൈറ്റിൽ പോയതിന് ശേഷം നമ്മുടെ API ഹാഷ്, എനിക്കിവിടെ Gboard ആയതുകൊണ്ട് ക്ലിപ്പ് ബോർഡ് ഉണ്ട്. API ഹാഷും API IDയും അവിടെ നിങ്ങോട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷമുള്ളതാണ് ഡേറ്റാബേസ് ചാനൽ എന്ന് പറയുന്നത്. നമുക്ക് ടെലഗ്രാമിൽ ഒരു ചാനൽ വേണം. അത് നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഒരു സംഭവം ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഡേറ്റാബേസ് ചാനൽ.
ഈ ഒരു ഡേറ്റാബേസ് ഇപ്പോൾ പ്രൈവറ്റ് ആണ്, പബ്ലിക് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഡേറ്റാബേസ് ചാനൽ പുതിയൊരു ചാനൽ നമ്മൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഈ ഒരു ചാനലിൽ ഇടുന്ന ഫയൽസിന് മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഫയൽ ഷെയറിംഗ് ബോട്ട് വെച്ച് ലിങ്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റാബേസ് ചാനൽ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ID നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുക, ഹലോ എന്ന് വല്ല അയക്കുക. അതിന് ശേഷം ഈ ഒരു മെസ്സേജ് ഫോർവേഡ് വിത്ത് കോട്ട് എന്നുള്ള സംഭവം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രോജൻസ് ചാനൽ ID ബോട്ട് എന്ന് പറഞ്ഞ ബോട്ടിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ചാനൽ ID എന്നുള്ള സംഭവം കിട്ടും. ഈ ട്രോജൻസ് ചാനൽ IDയുടെ യൂസർ നെയിം ചാനൽ ID ഹെക്സ് ബോട്ടനാണ്. ഇതിൻ്റെ യൂസർ നെയിം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു സംഭവം കോപ്പി ചെയ്യുക, അതായത് മൈനസ് അത് കഴിഞ്ഞൊരു 100 അത് കഴിഞ്ഞിട്ടുള്ള നമ്പറായിരിക്കും ചാനൽ ID എന്ന് പറയുന്നത്. അതിവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ചാനൽ ID പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം അടുത്താണ് ഫോഴ്സ് സബ് ചാനൽ എന്ന് പറയും. നമ്മുടെ ഒരു ഫയൽ ഷെയറിംഗ് ബോട്ട് ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ മെമ്പേഴ്സിന് നമ്മുടെ ഒരു ചാനൽ ഫോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണമെങ്കിൽ വേണ്ട ഒരു സംഭവമാണ് ഇത്. നിങ്ങൾക്കിത് ഫോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യേണ്ട, 0 എന്ന് തന്നെ ഇട്ടാൽ മതി. പക്ഷേ ചെയ്യിപ്പിക്കണമെങ്കിൽ ആ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ID ഞാനിപ്പോൾ എടുത്ത പോലെ തന്നെ എടുക്കുക. അതിനുശേഷം ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫോഴ്സ് സബ് ചാനൽ അവിടെ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനവിടെ ഫോഴ്സ് സബ് ചാനൽ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അടുത്താണ് ഫോഴ്സ് സബ് മെസ്സേജ് എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ് സബ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ആ ഒരു യൂസർ നമ്മുടെ ബോട്ട് എടുത്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ ഫോഴ്സ് സബ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ചാനൽ അവർ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് കാണിക്കും. ആ മെസ്സേജ് എന്താണ് കാണിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ഹലോ ഫസ്റ്റ് എന്ന് കൊടുത്തിരുന്ന് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫില്ലിങ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ആ ഒരാളുടെ ഫസ്റ്റ് നെയിം വരും, ലാസ്റ്റ് കൊടുത്താൽ ലാസ്റ്റ് നെയിം വരും, ID കൊടുത്താൽ യൂസർ ID വരും, മെൻഷൻ കൊടുത്താൽ ആ ഒരു യൂസർ നെയിം മെൻഷൻ ചെയ്യും, യൂസർ നെയിം കൊടുത്താൽ പുള്ളിയുടെ യൂസർ നെയിം വരും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫില്ലിങ്സ് ഫോഴ്സ് സബ് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആ ഒരു ഫോഴ്സ് സബ് മെസ്സേജ് നമ്മളൊന്ന് കസ്റ്റമൈസ് ചെയ്യാം. അടുത്തതാണ് ഓണർ ID എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ മുകളിൽ നമ്മൾ ID എടുത്ത പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ID എടുക്കണം. അതിനുവേണ്ടി മുമ്പ് എടുത്ത പോലെ തന്നെ റോസ് ബോട്ടിൽ പോയി ആ ഒരു നമ്പർ കോപ്പി, അതായത് നമ്മളൊരു ബോട്ട് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ബോട്ടിൻ്റെ ഓണർ ആയിരിക്കണം, ഈ ഓണറിൻ്റെ ID ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്, അത് നിർബന്ധമാണ്. അടുത്താണ് സ്റ്റാർട്ട് മെസ്സേജ് എന്ന് പറയുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെ നമുക്ക് ഫില്ലിങ്സ് ഉണ്ട്, ഫസ്റ്റ് ലാസ്റ്റ് ID മെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ID എന്നുകൊണ്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരാളുടെ ID കൂടെ അവിടെ കാണിക്കുന്നതായിരിക്കും. കൊടുത്തു ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം അയക്കാൻ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്സസ് ചെയ്യാം, ലിങ്ക് കൊടുക്കാം, ഇമോജി കൊടുക്കാം, ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. ഞാനിവിടെ ഇതും കൂടെ കൊടുത്തു. ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് മെസ്സേജ് എനിക്ക് അങ്ങനെ വേണം. അടുത്താണ് ബോട്ട് ടോക്കൺ. നമ്മൾ ബോട്ട് ഫാദറിൽ ബോട്ട് ഉണ്ടാക്കിയിട്ട് ആ ഒരു ബോട്ടിൻ്റെ ടോക്കൺ ഇവിടെ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ബോട്ട് ഫാദർ എന്ന് പറഞ്ഞ ബോട്ട് എടുക്കുക. ഇതാണ് ബോട്ട് ഫാദർ എന്ന് പറയുന്ന ബോട്ട്, വെരിഫൈഡ് ആയിട്ടുള്ള ബോട്ടാണ്. ആ ഒരു ബോട്ട് എടുത്ത് സ്റ്റാർട്ട് കൊടുക്കാം. കൊടുത്തതിന് ശേഷം മെനു എടുത്തിട്ട് ക്രിയേറ്റ് എ ന്യൂ ബോട്ട് എന്നുള്ള സംഭവം കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകാം. ഞാനിവിടെ ഫയൽ ഷെയറിംഗ് ബോട്ട് എന്നതിന് പേര് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം അതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഫയൽ, നമുക്കിതിൻ്റെ നിയമങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ, സ്പേസ് പാടില്ല, അതുപോലെ തന്നെ ഏറ്റവും അവസാനം ബോട്ട് എന്നും വേണം. ഫയൽ ഷെയറിംഗ് NP ബോട്ടെന്ന് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യതയില്ല, വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടാകും. സോ ഇങ്ങനെ ഫയൽ ഷെയറിംഗ് NP ബോട്ടെന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ഒരു ബോട്ട് ഇതുവരെ വേറെ ആരും എടുത്തിട്ടില്ല, ആ ഒരു യൂസർ നെയിം വേറെ ആരും എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടോക്കൺ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മുടെ TG ബോട്ട് ടോക്കൺ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പേസ്റ്റ് ചെയ്യാം. പിന്നെ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വന്നതിന് ശേഷം ഈ ഒരു ബോട്ട് എടുക്കുക. ബോട്ട് എടുത്തിട്ട് ബോട്ടിൻ്റെ യൂസർ നെയിം നമ്മൾ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡേറ്റാബേസ് ചാനലിൽ നമ്മൾ ആ ഒരു ബോട്ടിനെ അഡ്മിൻ ആക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫോഴ്സ് സബ്സ്ക്രൈബ് എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സ് സബ് എനേബിൾ ചെയ്തിരിക്കുന്ന ആ ഒരു ചാനലിലും അഡ്മിൻ ആക്കുക. ഓക്കെ, നമ്മൾ ഡേറ്റാബേസ് ചാനലിലും ഫോഴ്സ് സബ് ചാനലിലും അഡ്മിൻ ആക്കാം. അഡ്മിൻ ആക്കിയതിന് ശേഷം ഡിപ്ലോയ് ആപ്പ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഡിപ്ലോയ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡിപ്ലോയ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ കാണിക്കും. അതിനുശേഷം മാനേജ് ആപ്പ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വരുന്നതിൽ രണ്ടാമത്തെ സംഭവം എടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ എഡിറ്റ് ചെയ്തിട്ട് ഓഫ് ആക്കുക, കൺഫേം കൊടുക്കുക, വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് ഓൺ ആക്കിയിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ ബോട്ടൊക്കെ നമ്മൾ ഫെയിലായി പോകാതിരിക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് അത് കഴിഞ്ഞ് മോർ എടുക്കുക, വ്യൂ ലോഗ് എടുക്കുക. ബോർഡിന് പ്രശ്നമൊന്നും വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇത് കാണിച്ചതിന് ശേഷം ഇവരുടെ കുറച്ചും കൂടി ഓക്കെ, ഇപ്പോൾ കണ്ടോ ബോട്ട് റണ്ണിങ് എന്ന് കാണിച്ച് നമ്മുടെ ബോട്ട് സക്സസ് ആണ്, ഒരു കുഴപ്പമില്ലാതെ ബോട്ട് വർക്കാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ബോട്ട് എടുക്കാം. ഞാനോട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കൊടുത്തേക്കാം. നമ്മുടെ ബോട്ട് ഇപ്പോൾ വർക്കാവുന്നുണ്ട്. എബൌട്ട് മീ, ക്ലോസ്, ഇത്രയും ലിങ്കുകളാണ് അവിടെ ഉള്ളത്. കണ്ടോ ഇവിടെ ഹലോ ഡാൽ, അതുപോലെ തന്നെ എൻ്റെ ID വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്ത സ്റ്റാർട്ട് മെസ്സേജ് കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എബൌട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഞാൻ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ നോക്കി പഠിക്കാം.
ഈ ഒരു ബോട്ട് എഡിറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഞാനും എഡിറ്റ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബോട്ട് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കോഡുകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ജിഗ്ഹബിൽ നോക്കിയാൽ അറിയാം. ഇതിൻ്റെ കോഡുകൾ എന്ന് പറയുന്നത് ഇത്രയാണ്: സ്റ്റാർട്ട്, ബാച്ച്, ഗെറ്റ് ലിങ്ക്, അതുപോലെ തന്നെ യൂസേഴ്സ്, ബ്രോഡ്കാസ്റ്റ്. ഇത്രയും ആണ് ഇതിൻ്റെ കമാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ എക്സ്ട്രാ വേരിയബിൾസ് ഉണ്ട്. അതായത് എക്സ്ട്രാ വേരിയബിൾസ് എന്ന് പറയുന്നിടത്ത് കസ്റ്റം ക്യാപ്ഷൻ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് നമ്മുടെ ആ ഒരു സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫയലിന് എന്തെങ്കിലും കസ്റ്റം ക്യാപ്ഷൻ വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം എടുക്കാം. അതിനുവേണ്ടി കസ്റ്റം ക്യാപ്ഷൻ എന്നുള്ളത് എടുക്കാം. എന്നിട്ട് നമ്മുടെ ഹെറോക്കുവിലേക്ക് വരിക. അതിനുശേഷം സെറ്റിങ്സിലേക്ക് പോകാം. ഇവിടെ ഹെറോക്കുവിൽ കൂടുതൽ വേരിയബിൾസ് ആഡ് ചെയ്യുന്ന എങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോക്കകത്ത് കാണിക്കുന്നത് തന്നെ എടുക്കുക. അതിനുശേഷം കീ എന്നുള്ളിടത്ത് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത് അതിൻ്റെ കീ കൊടുക്കുക. അതിൻ്റെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതിൻ്റെ വാല്യൂ ഇതാണ് കസ്റ്റം ക്യാപ്ഷൻ്റെ വാല്യൂസ്. ഫയൽ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ നെയിം വരും. പ്രീവിയസ് ക്യാപ്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ക്യാപ്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ എനിക്ക് അവിടെ എൻ്റെ ഫയൽ നെയിം എന്നുള്ളത് വേണം. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഇമോജികളൊക്കെ വേണം. അപ്പോൾ വാല്യൂ എന്നുള്ളിടത്ത് ഞാൻ ഈ ഒരു സംഭവം കൊടുത്തു. അതിനുശേഷം കുറച്ച് താഴെ എൻ്റെ ചാനലിൻ്റെ ഒരു യൂസർ നെയിം കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഒരു ഇമോജിയും കൊടുത്തു. അതിനുശേഷം ആഡ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും വിലോഗ് എടുത്ത് നോക്കുക. അത് വീണ്ടും റണ്ണാവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പോട്ടെ. ഓക്കെ, അതിപ്പോൾ വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ എററൊന്നും കാണിച്ചിട്ടില്ല. നമ്മുടെ ബോട്ട് സക്സസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒറ്റ ഒരു ഫയൽസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡേറ്റാബേസ് ചാനലിലേക്കാണ് ഇനി നമ്മൾ ഫയൽസൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫയൽസ് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് കുറച്ച് ഫയൽസ് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു 2 ഫയൽസ് ഫോർവേഡ് നമ്മുടെ ഡേറ്റാബേസ് ചാനലിലേക്ക് ഇട്ടു. ഇപ്പോൾ ഈ ഒരു ഡേറ്റാബേസ് ചാനലിൽ ഈ ഒരു 2 ഫയൽസിന് നമുക്ക് ഇതിനകത്ത് ലിങ്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗെറ്റ് ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫയൽ ഷെയറിംഗ് ബോർഡിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ലിങ്ക് കൊടുക്കാം, ഫയൽ കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഡേറ്റാബേസ് ചാനലിൽ നിന്നും ഒരു ഫയൽ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക. അത് ഫോർവേഡ് വിത്ത് കോട്ടാണ് കേട്ടോ. എപ്പോഴും ഫോർവേഡ് വിത്ത് കോട്ടേ കൊടുക്കാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് എൻ്റെ ബോട്ട് വർക്കാവും. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ നമുക്ക് കിട്ടും. കണ്ടോ, ആ ഒരു ഫയലിൻ്റെ ക്യാപ്ഷൻ കണ്ടോ, ഫയൽ നെയിമും അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഞാൻ കൊടുത്ത ആ ഒരു ലിങ്കും അതിൻ്റെ അടുത്ത ഇമോജിയും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കസ്റ്റം ക്യാപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ എഡിറ്റിംഗ് കാര്യങ്ങളും കമാൻഡുകളും ഒക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി കൺക്ലൂഷൻ വീഡിയോ എങ്കിലും ഒന്ന് ഫുള്ളായിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഇങ്ങനെയാണ് ഫയൽ ഷെയറിംഗ് ബോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നുകയാണ്, ഈ ഒരു ബോട്ട് എങ്ങനെയാണ് ഇനി വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത്, അതിൻ്റെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നത് നമുക്ക് സംശയമുണ്ടാകും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതിലൊരുപാട് ഒരു 2-3 രീതിയിൽ നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2-3 രീതിയിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നല്ലൊരു വീഡിയോ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ആ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.